തന്റെ പരാതിയിലാണ് അന്വേഷണമെന്ന ദിലീപിന്റെ വാദം പോലീസ് തള്ളുന്നത് ബ്ലാക്ക് മെയിലിംഗ് വാദം പൊളിക്കുന്നതാണോ? ശ്രീ ജോർജ് ജോസഫ്, ഇന്നുണ്ടായിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ദിലീപും നാദിർഷായും പറഞ്ഞത് വിഷ്ണു എന്ന ഒരാൾ, അതായത് പൾസർ സുനിയുടെ സഹതടവുകാരനായി ജയിലിൽ ഉണ്ടായിരുന്നയാൾ, അയാളാണ് ഫോണിൽ വിളിച്ച് തങ്ങളെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ്. പക്ഷേ പോലീസ് ഇന്ന് വ്യക്തത വരുത്തിയ ഫോൺ സംഭാഷണത്തിൽ പൾസർ സുനി തന്നെയാണ് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചിരിക്കുന്നത്. ആ ഫോൺ സംഭാഷണം ഇന്ന് എല്ലാവരും കേട്ടതാണ് ചാനലുകൾ വഴി. പക്ഷേ ആ ഫോൺ സംഭാഷണത്തിൽ പോലും ഒരു ഭീഷണിയുടെ സ്വരം കേൾക്കുന്നുണ്ടോ? അതായത് ഇതൊരു കൂലി ചോദിക്കലാണോ ഭീഷണിപ്പെടുത്തലാണോ? ഇക്കാര്യത്തിൽ പോലീസ് ഇതുവരെ വ്യക്തത വരുത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ ലെറ്റർ സസൂക്ഷ്മം വായിച്ചു, ഒരു 5-6 ആവർത്തി വായിച്ചു. അതിനകത്ത് ഒരു മുൻ പരിചയം, നമ്മളത് ഓരോ സെൻറ്റൻസും വായിച്ച് നോക്കിയാലേ ഇവർ തമ്മിൽ, ഈ പൾസർ സുനിക്കും ഈ നടനും തമ്മിലൊരു മുൻ പരിചയം ഉണ്ടെന്നതിൻ്റെ അത്. പിന്നെ ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ള വാക്കുണ്ട്. ഇനി പക്ഷേ അതൊരു ജയിൽ പുള്ളി പറയുന്ന കാര്യമാണ്. ജയിൽ പുള്ളി പറയുന്നതല്ല, നമ്മളിത് ആലോചിക്കണം. ഈ കേസ് ഒരിക്കലും വെളിയിൽ വരുമെന്ന് ഈ പൾസർ സുനി പ്രതീക്ഷിച്ചില്ല. ഇത് സ്മൂത്തായിട്ട് അങ്ങ് പോവും. കാരണം ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതിന് ട്വിസ്റ്റ് വന്നേ മാർട്ടിനെ MLA PT തോമസ് സംശയിച്ചിട പോലാണ് ഈ കേസിൻ്റെ ട്വിസ്റ്റ് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇത് സൈലൻ്റ് ആയിട്ടിരുന്നതിനെ ആ നടിയെ നിത്യം ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ഈ പൾസർ സുനിയുടെ അല്ലെങ്കിൽ അയാളെ നിയോഗിച്ചവരുടെ കയ്യിലുണ്ടാകും. ഇത് എന്തായാലും ഇന്നൊരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്, ഒരു 40-45,000 രൂപ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ വന്നെന്നുള്ളതാണ്. എന്തായാലും ആ പണം അടച്ചയാൾക്ക് ഇതൊരു കൊട്ടേഷൻ കൊടുത്തയാളോ അല്ലെങ്കിൽ ഈ നടനെ കുരുക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ഒരാളോ ആയിരിക്കണം ആ 45,000 രൂപ. ഇങ്ങനെ ഏത് കാര്യത്തിൽ ട്വിസ്റ്റ് ഉണ്ടാവുമ്പോഴും അവിടെ എല്ലാം 2 തരത്തിലുള്ള വാദഗതികൾ ഉയർന്നു വരും. അതാണ് പോലീസിനെയും കുഴക്കുന്നത്. ഒരു തരത്തിൽ നടനെ കുരുക്കാനുള്ള കാര്യമാണോ, അല്ലെങ്കിൽ നടൻ ചെയ്തതിന് കൂലി ചോദിച്ചുകൊണ്ട് പൾസർ സുനി നടത്തുന്ന ശ്രമങ്ങളാണോ എന്ന്, ഇത് രണ്ടും ഉയർന്നു വരുന്നുണ്ട്. അതാണല്ലോ പോലീസിനെ കുഴക്കുന്നത്. ഇല്ല, പോലീസിന് അതിൻ്റെ അത് കുഴയേണ്ട കാര്യങ്ങളില്ല. ഇതിനകത്ത് ഈ നടന് മോട്ടീവ് ഉണ്ടോ? ഇതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടത്. ഇതിനകത്തൊരു മോട്ടീവ് ഉണ്ടോ? ആ മോട്ടീവ് ആ വിക്ടിം പറയുന്നതും ആയിട്ട് തട്ടിച്ച് നോക്കണം. അവിടെയാണ് കേസ് എപ്പോഴും തിരിയുന്നത്. അതിനകത്ത് നമ്മൾ ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. പൾസർ സുനി അവൻ ക്രിമിനലാണ് ഒക്കെ ശരി തന്നെ. അയാൾ ഈ കേസ് ചാർജ് കൊടുത്ത ശേഷം പതുക്കെ അനങ്ങി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ ആയിക്കോട്ടെ, ഈ കൊട്ടേഷൻ കൊടുത്ത ആരോ ആയിക്കോട്ടെ, ഈ ചാർജ് കൊടുത്ത ശേഷം അത്. അതുകൊണ്ട് ഇനി പോലീസിന് ഇത് ഒരു റീ ഓപ്പൺ ചെയ്തേ പറ്റുള്ളൂ. 171(8) അനുസരിച്ച് ഇത് റീ ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ. പക്ഷേ ഏപ്രിൽ 20 ദിലീപ് കൊടുത്ത പരാതി, ആ പരാതി പോലീസ് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ പോലീസ് പരാതി പൂഴ്ത്തിവെച്ചു എന്ന്. പക്ഷേ ഈ പരാതി കൂടി പരിഗണിച്ചുകൊണ്ട് നടനും സംവിധായകനുമൊക്കെ ആരോടൊക്കെ ബന്ധപ്പെടുന്നു, ജയിലിൽ നിന്നും പൾസർ സുനിയും സഹതടവുകാരും ആർക്കൊക്കെ ഫോൺ ചെയ്യുന്നു, ഇക്കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഒടുവിൽ ജിൻസൺ എന്ന എപ്പിസോഡ് പോലും പുറത്തേക്ക് വരുന്നതും ജിൻസന്റെ രഹസ്യമൊഴി തയ്യാറാക്കുന്നതിന് വേണ്ടി പോലീസ് സന്നദ്ധമായതും അതിനുള്ള അനുവാദം കോടതിയിൽ നിന്ന് വാങ്ങിയതും. അപ്പോൾ ഈ 2 മാസവും ഒരന്വേഷണവും ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇല്ലേ, കാരണം ഏപ്രിൽ 20 ആണ് ഈ നടനും നാദിർഷായും പരാതി DGP കൊടുത്തത്. ഇപ്പോൾ എത്ര മാസമായി? 2-2.5 മാസമായി. ഈ 2.5 മാസം എന്ത് ചെയ്തു? ഇത് എങ്ങനെയാണ് ഇപ്പം ചാനലിലും പത്രങ്ങളിലും വന്നു ചാടിയെന്നാണ് എനിക്ക് സംശയം. ഇത് എവിടാണ്? ഇത് 2.5 മാസമായിട്ട് ആ പരാതി കൊടുത്ത വെളി പറഞ്ഞില്ലല്ലോ ആരും. അല്ല, അത് പോലീസ് പറയണമെന്നുണ്ടോ? പോലീസ് പറഞ്ഞില്ല, അവരും പറഞ്ഞില്ലല്ലോ. അവരെന്തിനു പറയണം? അവരും പറയുന്നില്ലോ. അവർക്ക് അന്വേഷിക്കാം, ഈ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്ന് അവർക്ക് അന്വേഷിക്കാം. പത്രക്കാര്, ചാനൽക്കാരും എന്ത് സംഗതി പോലീസിലുണ്ടെങ്കിലും വെളിയിൽ എടുക്കൊണ്ടിരുന്ന സമയമാണ് ഇത്. അപ്പോൾ അവർ പരാതി കൊടുത്തില്ല എന്നാണ് ഏപ്രിൽ 20? അല്ല, പരാതി കൊടുത്തു എന്നുള്ള കാര്യം അവർ ഡിക്ലെയർ ചെയ്തു. DGP അത് നിശ്ചയിച്ചിട്ടില്ല, അന്നത്തെ DGP നിശ്ചയിച്ചിട്ടില്ല. പരാതി കൊടുത്തു. എന്തുകൊണ്ട് 2.5 മാസമായിട്ട് അത് പതുങ്ങിയിരുന്നു? ഇത് ഈ 2.5 മാസം അന്വേഷിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് പോലീസ് അന്വേഷിച്ചിട്ടില്ല. കാരണം അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു അന്വേഷണം? അല്ല, അതിന് സമാന്തരമായിട്ട് പറ്റില്ല, പിന്നെ അന്വേഷിക്കാൻ പറ്റില്ല. ഒരു കേസിൻ്റെ കുറ്റചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസിൻ്റെ അന്വേഷണം തീർന്നു. ഇനി അന്വേഷിക്കണമെങ്കിൽ ഇതുപോലത്തെ പുതിയ എന്തെങ്കിലും ഒരു തെളിവ് ഒരു കേസിന് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കേസും പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നടിയുടെ മൊഴി വീണ്ടും പുതിയ സാഹചര്യത്തിൽ പുതിയൊരു തെളിവ് ഇപ്പം വന്നു. പുതിയ തെളിവ് എന്ന് പറഞ്ഞാൽ
വിഷ്ണു എന്ന് പറഞ്ഞ കഥാപാത്രം അവരെ വിളിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും അല്ലെ ത്രട്ടൻ ചെയ്തെന്നും ഒരു ലെറ്റർ കൂടെ ചെന്നിരിക്കുന്നു. നമ്മളൊരു കാര്യം, അതാണ് ഏപ്രിൽ 20 പരാതി. അതാണ് ഏപ്രിൽ 20 പരാതി ആയിക്കോട്ടെ. അതിലാണ് വേറൊരു കാര്യമുണ്ട്, ഈ 12-ാം തീയതി വിഷ്ണു വെളി വന്ന ശേഷം ലെറ്റർ കൊടുത്ത ശേഷം മാത്രമേ പരാതി വരുന്നുള്ളൂ. അതിനു മുമ്പ് പരാതി വന്നിട്ടില്ല, ഒരു പരാതിയില്ല. മനസ്സിലായില്ല. ഏപ്രിൽ 12-ന് വിഷ്ണു എന്ന സഹതടവുകാരൻ ജാമ്യത്തിൽ പോയി. അപ്പോഴാണ് ഈ കത്ത് കൊണ്ട് അദ്ദേഹം കൊടുത്തത്. അതുവരെ നമ്മൾ അന്നേരം ആരാണ് കത്ത് കൊടുത്തിരുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, ആ ജയിലിൽ നിന്ന് തന്നെയാണ് പൾസർ സുനി വിളിച്ചിരിക്കുന്നത്. അതിപ്പം ക്ലിയർ ആയല്ലോ. 14-ാം തീയതി ജയിലിൽ നിന്ന് വിളിച്ചു. ജയിലിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പുണ്ണിയെ വിളിക്കുന്നത് മുഴുവൻ ജയിലിൽ നിന്നാണ്. ജയിലിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് കത്ത് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ജയിലിൽ നിന്ന് വിളിച്ച ശേഷം, കാരണം ഇത് അയാൾ നമുക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതിനകത്ത് ആദ്യം മുതലേ ഇത് നമ്മൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്രയും വലിയൊരു കൃത്യം കൊട്ടേഷൻ അല്ലാതെ ചെയ്യാൻ ഒക്കില്ല. ആരെങ്കിലും ധൈര്യപ്പെടുവോ? ഇതിനകത്ത് 7 പേരെന്നുള്ള മാർട്ടിനെ സ്വാധീനിക്കണം, ആ വിക്ടിമിനെ അവിടുന്ന് എറണാകുളത്ത് കൊണ്ടുവരുന്ന ഡ്രൈവറെ സ്വാധീനിക്കണം, ഇയാൾക്ക് വിശ്വാസമുള്ള 4-5 പേരെ കിട്ടിയിരിക്കണം, വണ്ടി വഴിക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് കയറുന്ന സമയത്ത് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു സെക്ഷുവലായിട്ട്, അന്നേരം അത് ഷൂട്ട് ചെയ്യണം. ആ ഷൂട്ട് ചെയ്ത സാധനം ഇയാൾക്ക് തന്നെ അങ്ങനെ ഒരു സെക്ഷുവൽ ഒരു അറ്റാച്ച്മെൻറ്റ് വല്ലതും തോന്നിയിട്ട് ചെയ്തതാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇന്ന് വരെ പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ആ ഒറിജിനൽ എവിടെ പോയി? അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു കൊട്ടേഷനാണ്. ഇയാൾക്ക് സ്വന്തം ലെവലിൽ ചെയ്തുകൊണ്ട് ആ കുട്ടിയോട് യാതൊരു വൈരാഗ്യവും ഇല്ലയെന്ന് ഈ പൾസർ സുനി പല സന്ദർഭത്തിലും പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വൈരാഗ്യമില്ല. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ തന്നെ ആദ്യത്തെ അന്വേഷണം അവസാനിപ്പിച്ചു, കുറ്റപത്രവും നൽകി. അവിടെ തെറ്റിപ്പോയി. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ എം എ നിഷാദ്, ദിലീപ് പറഞ്ഞ കാര്യം തൻ്റെ പരാതിയിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. പക്ഷേ ഇന്ന് എറണാകുളം റൂറൽ SP പറഞ്ഞ കാര്യം അതല്ല എന്നാണ്. അപ്പോൾ ഈ ദിലീപിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് വാദം പൊളിക്കുന്നതാണോ പോലീസ് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം? എന്തായാലും ആ ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ആ പരാതിയിലല്ല അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മെയിലിംഗ് വാദം പോലീസ് തന്നെ പൊളിക്കുകയാണോ ചെയ്യുന്നത് ദിലീപിൻ്റെ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിഷയമുണ്ട്. ഇത് പോലീസ് വളരെ ശാസ്ത്രീയമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ ഏപ്രിൽ 20-ന് അല്ലെങ്കിൽ ഏപ്രിൽ 12-ന് ശേഷം ഏപ്രിൽ 20-ന് ദിലീപും നാദർഷായും കൂടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് അതിനുവേണ്ടി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അകത്ത് വളരെ അഡമൻ്റായിട്ടുള്ള സ്റ്റാൻഡാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ, ഒട്ടും ബയാസ്ഡ് അല്ലാതെ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കണം. ഇതിലെന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഗൂഢാലോചന 2 എണ്ണമാണ് നടന്നിരിക്കുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട നടിക്ക് ഉണ്ടായ ഒരു വിഷയം, അല്ലെങ്കിൽ അതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇപ്പോൾ ദിലീപിനെ കൊടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന ട്വിസ്റ്റ് പോലെയാണ് ഈ സംഭവം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ ശക്തമായ ഒരു അന്വേഷണം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ വളരെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് വേറെ പൊളിറ്റിക്കലൈസ് ചെയ്യേണ്ട ഒരു കാര്യവും സർക്കാർ ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് സർക്കാർ ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത് എന്ന് താങ്കൾ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ഈ ഗൂഢാലോചന വാദം ഇത് ആദ്യം മുതൽ തന്നെ പൊങ്ങി വന്നതാണല്ലോ. നടിയെ ആക്രമിച്ച ആദ്യ ദിവസം മുതൽ ഇതിന് പിന്നിലൊരു കൊട്ടേഷൻ ഉണ്ടെന്നും ഗൂഢാലോചനയുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് മറ്റൊന്നായിരുന്നു. ഈ പൾസർ സുനി എന്ന ആൾ സ്വയം തീരുമാനിച്ചുറപ്പിച്ചാണ് ഇത്തരമൊരു കൃത്യം നടത്തിയത് എന്ന നിലപാട് പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ്. പിന്നെ എപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ബോധ്യമായത് ഇവിടെ ഒരു ഗൂഢാലോചനയുണ്ട് എന്നും പോലീസിനോട് ഇത്തരമൊരു നിർദ്ദേശം കൊടുത്തതും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചതും? ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോലീസ് നൽകുന്ന ഭാഷ്യം മാത്രമേ പുറത്തു പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൽ അങ്ങനെ ഒരു പാവപ്പിഴ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ മുഖ്യമന്ത്രിക്ക് പുറത്തു പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രിക്ക് സ്വന്തമായി ഒരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്കിന് ഇതിന് വ്യക്തമായ തെളിവുകൾ അത് എന്തായാലും ആ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്
നല്ല ഹോട്ട് ലൈൻ ബന്ധം തന്നെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയിക്കുന്നുണ്ടാവാം. അപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കണമെന്നുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ തെളിവുകൾ വരുന്നു, അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കണം. ദിലീപും നാദിർഷയും നൽകിയിരിക്കുന്ന പരാതിയിൽ മേൽ അവർക്കെതിരായിട്ട് ഒരു ഗൂഢാലോചന എന്തെങ്കിലും കോൺസ്പിറൻസി ഉണ്ടോ അത് അന്വേഷിക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കലാകാരൻ ഒരിക്കലും ഇത്രയും ഹീനമായ ഒരു പ്രവൃത്തി നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ഒരു തെളിവുകൾ കൊണ്ടുവരുന്ന ഞാനോ നിങ്ങളോ അല്ല തീരുമാനിക്കേണ്ടത്, ഇത് അന്വേഷിക്കുന്ന പോലീസാണ്. പോലീസ് തെളിവ് കൊണ്ടുവരട്ടെ. പോലീസ് ഓപ്പണപ്പ് ചെയ്യുന്നത് വരെ നമുക്കൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നിരുന്നാലും ആ നടിക്കുണ്ടായത് വളരെ അങ്ങേയറ്റം അപലപനീയമായ പ്രശ്നമാണ്. പൾസർ സുനിയെ പോലെ ഒരു കൊടും കുറ്റവാളിയുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു നിഗമനത്തിലെത്താൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കളിലേക്ക് വരാൻ ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, 2 മാസം മുൻപ് ദിലീപ് കൊടുത്ത പരാതിയിൽ വ്യക്തത വരുത്താൻ പോലീസ് വൈകി എന്ന ആരോപണമുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ, ഈ ഫോൺ സംഭാഷണവും മറ്റും പുറത്തു വന്നതിന് ശേഷമാണ് ഈ വിഷ്ണു എന്ന കഥാപാത്രം കടന്നു വന്നത്. വിഷ്ണു ഒരു 3-4 ദിവസം മുൻപ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇന്നാണ് പ്രത്യക്ഷനായത്. വിഷ്ണുവിനെ കസ്റ്റഡിയിൽ പോലീസ് എടുത്ത എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ 2 മാസം പോലീസ് വെറുതെ ഇരിക്കുകയായിരുന്നു ഗൂഢാലോചന അന്വേഷണത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ അന്വേഷണം പോലീസ് രഹസ്യമായി തന്നെ ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്നും അതിലേക്ക് ആവശ്യമായ തെളിവുകളിൽ വ്യക്തത വന്ന ഒരു സാഹചര്യത്തിലാണ് ദിലീപിന്റെ ഭാഗത്തു നിന്നും ഏപ്രിൽ 20 നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതെന്നും താങ്കൾ കരുതുന്നുണ്ടോ? മഞ്ജുഷ, ഇതിനകത്ത് ഞാൻ നമ്മുടെ ഈ ഇൻസിഡൻസിലേക്ക് ഒന്ന് റീവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് ഒന്ന് പോകാം. ഫെബ്രുവരി മാസത്തിൽ ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്നു. പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ആ ഈവൻ്റ് വെച്ച് നമുക്ക് തുടങ്ങാം. മജിസ്ട്രേറ്റ് കോടതിക്കകത്തു നിന്ന് പോലീസ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ആലുവയിൽ കൊണ്ട് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യാൻ ആലുവയിലെത്തുന്ന സമയത്തെത്തുന്നതിന് മുമ്പ് പോലീസ് ഡിക്ലെയർ ചെയ്യുന്നു ഇതിനകത്ത് കോൺസ്പിറസി ഇല്ല, പൾസർ സുനി മാത്രമേ ഇതിനകത്ത് കക്ഷിയുള്ളൂ എന്ന് പോലീസ് ഡിക്ലെയർ ചെയ്തു. ആ വാർത്ത മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ എയർ ചെയ്തു. പൾസർ സുനി പറയുന്നു എനിക്കെന്തോ മജിസ്ട്രേറ്റിനോട് പറയാനുണ്ടെന്ന് പറയുന്നു. അത് പറയാൻ അനുവദിക്കാതെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഒരു വിഷ്വൽ മീഡിയയിൽ വെച്ച് അയാളുടെ കോടതിയിൽ കൊണ്ടുവരുന്ന സമയത്ത് അയാൾ പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞാലും പോലീസിൻ്റെ വേർഷനല്ലേ പുറത്തു വരുള്ളൂ എന്ന് അയാൾ പറയുന്നു. പിന്നെയുള്ള സംഭവങ്ങൾ നോക്കാം. ജിൻസന്റെ അടുത്ത് അയാൾ പറയുന്നു ഞാനല്ല, എൻ്റെ കോൺസ്പിറസി ഉണ്ട്, ഇന്ന ആളുകൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്നു. അയാൾ ഒരു കത്ത് എഴുതുന്നു. അയാൾ ദിലീപിന് ഒരു കത്ത് എഴുതുന്നു. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നെ സംരക്ഷിക്കണം, എന്നെ സംരക്ഷിച്ചില്ലെങ്കിലും എൻ്റെ കൂട്ടാളികളെ സംരക്ഷിക്കണം. ഈ കത്തുകളൊക്കെ എഴുതുന്നു. എഴുതിയതിന് ശേഷം അയാൾ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നു. അതിനെ സംബന്ധിച്ച് ഏപ്രിൽ 20 ഒരു പരാതി DGPക്ക് കൊടുക്കുന്നു. ഏപ്രിൽ 20 കൊടുക്കുന്ന പരാതി ഇപ്പൊ മുമ്പ് പറഞ്ഞ ഒരു ചെറിയ തെറ്റുണ്ട്. ഫോൺ വിളിച്ചത് ഈ കത്ത് എത്തിക്കുന്നതിന് മുൻപാണ്. ഈ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് ഒരു കത്ത് കൊടുത്തുവിടുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ശരി 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 അതെ. അപ്പോൾ കത്ത് എന്ന് പറയുന്ന സാധനം ഈ പീരീഡിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാ. ഫോൺ വിളിച്ചതും ആ പീരീഡിലാണ്. പരാതി കൊടുക്കുന്നത് ഫോണിൻ്റെ ഓഡിയോ ക്ലിപ്പിംഗ്സ് വെച്ചിട്ടാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കൊടുത്ത് 2.5 മാസമാകുന്നു. ഈ 2.5 മാസത്തിനകത്ത് DGP അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ ഇല്ല. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയുന്നത് കേട്ടോണം. 2 ഇൻസിഡൻ്റ് ആയതുള്ളത്, 2 കോസ് ഓഫ് ആക്ഷൻ അതിനകത്തുള്ളത്. ഒന്ന്, നടിയെ ആ സ്ത്രീയെ പീഡിപ്പിച്ച സംഭവം, അത് പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ്, അതിൻ്റെ പേരിലാണ് ക്രൈം. രണ്ടാമത്തെ ഇൻസിഡൻറ്റ്, വിഷ്ണു ആകട്ടെ പൾസർ സുനി ആകട്ടെ ഒരു എക്സ്റ്റോർഷൻ ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. ഈ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ നടന്മാരിൽ ഒരാളുടെ എക്സ്റ്റോർഷൻ അറ്റംപ്റ്റ് നടക്കുന്നു. അയാൾ പരാതി കൊടുക്കുന്നു. അത് വേറൊരു കോസ് ഓഫ് ആക്ഷനാണ്. ആ പരാതിയുടെ മേൽ DGPക്ക് പരാതി കൊടുത്തിട്ടും DGP ക്രൈം എടുക്കാൻ ആരോടും ഇൻസ്ട്രക്ട് ചെയ്യുന്നില്ല. അത് ഇൻസ്ട്രക്ട് ചെയ്യാഞ്ഞിട്ടും പരാതി കൊടുത്ത ആൾക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ല. അയാൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ജിൻസൺ എന്നയാൾ പുറത്തു വന്നൊരു മൊഴി പറയുമ്പോൾ ആ ജിൻസനെ ചോദ്യം ചെയ്തേക്കാം എന്ന് തോന്നുമ്പോൾ അത് പൊടി തട്ടി പുറത്തെടുക്കുന്നു. പൊടി തട്ടി പുറത്തെടുത്തതിന് ശേഷം പോലീസ് ഇപ്പോൾ പറയുകയാണ് 173(8) ഒറിജിനൽ ക്രൈമിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂട്ടത്തിൽ ഇതിനെ ചെയ്യാമെന്ന്. ഒറിജിനൽ ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇതൊന്നുമല്ല. അതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നത് ഗൂഢാലോചനയുണ്ടോന്നാണ്. ഗൂഢാലോചനയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ പൾസർ സുനിയെ അതാത് ദിവസങ്ങളിൽ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തു എന്നറിയണം. പൾസർ സുനി കത്തെഴുതിയ പൾസർ സുനിയെ ചോദ്യം ചെയ്യാം, നുണപരിശോധന നടത്താം. ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് ആരെയൊക്കെയാണ് കോൺടാക്ട് ഒരു വ്യക്തത കൂടി വരുത്തുക. അല്ല പോലീസ് ഈ കാലയളവിൽ, അല്ലല്ല പോലീസ് ഈ 2 മാസം
പൾസർ സുനി ജയിലിൽ വെച്ച് ആരെയൊക്കെ ബന്ധപ്പെട്ടു എന്ന കാര്യം പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് നമുക്കെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇതിന്റെ രേഖകൾ പോലീസിന്റെ കൈവശം ഉണ്ടെങ്കിലോ ജിൻസൺ എന്നയാൾ എന്തുകൊണ്ട് പോലീസിനോട് ജിൻസൺ എന്നയാൾ എന്തുകൊണ്ട്